ഗുഡ് ഈവനിങ് ആൾ. എല്ലാവരെയും മില്യൺ ബിസിനസ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് കിടക്കാം. ഇന്ന് നിഫ്റ്റി പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. എബൌട്ട് 200 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. 24,576 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് ഇന്ന് 789 പോയിൻറ്റ്സ് ഉയർന്ന് 57,371 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ് 295 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയാണ് കാണാൻ സാധിച്ചത്. 60,086 ക്ലോസ് ചെയ്തു. നിഫ്റ്റി സ്മോൾ ക്യാപ് 154 പോയിൻറ്റ്സ് ഉയർന്ന് 17,641 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ വിക്സ് ഇന്ന് 17.53 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് 753 പോയിൻറ്റ്സ് ഉയർന്ന് 79,273 ക്ലോസ് ചെയ്തു. ഇന്നത്തെ DIA ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DIA ഇന്ന് ബൈങ്ങിലായിരുന്നു. 2,221 കോടി നെറ്റ് ബയേഴ്സ് ആയിരുന്നു ഇന്ന് DIA. FIയുടെ ഭാഗത്തുനിന്ന് ഇന്നലെ ഇന്ന് സെല്ലിംഗ് ആയിരുന്നു. ഇന്ന് 1,918 കോടി രൂപയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു FII. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞ് ഇന്ന് നിഫ്റ്റി ഫാർമ മാത്രമേ റെഡിൽ ക്ലോസ് ചെയ്തുള്ളൂ. ബാക്കി സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. അതിൽ നിഫ്റ്റി ഓട്ടോ 102 പോയിൻറ്റ്സ് ഉയർന്ന് 26,625 ക്ലോസ് ചെയ്തു. നിഫ്റ്റി എനർജി 152 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. 39,337 പോയിൻറ്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 26,850 ക്ലോസ് ചെയ്തപ്പോൾ 313 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. നിഫ്റ്റി FMCG 1,264 പോയിൻറ്റ്സ് ഉയർന്ന് 50,820 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഹെൽത്ത് കെയർ 35 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയാണ് കാണാൻ സാധിച്ചത്. 14,507 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഇൻഫ്ര 32 പോയിൻറ്റ്സ് ഉയർന്ന് 9352 ക്ലോസ് ചെയ്തു. നിഫ്റ്റി IT 31,729 ക്ലോസ് ചെയ്തപ്പോൾ 143 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. നിഫ്റ്റി മീഡിയ 13 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 1,443 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മെറ്റൽ 5 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 12,835 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 8 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 11,442 ക്ലോസ് ചെയ്തു. എന്നാൽ നിഫ്റ്റി ഫോർമ 18 പോയിൻറ്റ്സിൻ്റെ കുറവാണ് കാണാൻ സാധിച്ചത്. 22,438 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി PSU ബാങ്ക് 9,011 ക്ലോസ് ചെയ്തപ്പോൾ 71 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. ആൻഡ് നിഫ്റ്റി റിയാലിറ്റി 16 പോയിൻറ്റ്സ് ഉയർച്ച കാണിച്ചു 798 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി 50 ഈ ആഴ്ച ആകെ 223 പോയിൻറ്റ്സിൻ്റെ റാലിയാണ് നടത്തത്. 0.92% ഉയർച്ച ഉണ്ടായി. നിഫ്റ്റി 50 ഈ വർഷത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 1 26,129 നിഫ്റ്റി ഇന്ന് 24,576 നിൽക്കുമ്പോൾ 5.94% ലോസാണ് നിഫ്റ്റി 50 ഈ വർഷം നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. ഇത് 2026 ഡീറ്റെയിൽസ് ആണ്. നിഫ്റ്റി 50 ലാസ്റ്റ് 12 മന്ത്സിൻ്റെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ 2025 30 ഏപ്രിലിന് 24,334 ക്ലോസ് ചെയ്ത നിഫ്റ്റി ഇന്ന് 24,576 നിൽക്കുമ്പോൾ 1% പ്രോഫിറ്റ് നിഫ്റ്റിയിൽ കഴിഞ്ഞ 12 മാസമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നലെ അവർ ലോസ് ആയിരുന്നു. ഇന്ന് അത് 1% പ്രോഫിറ്റായിട്ട് മാറിയിട്ടുണ്ട്. ഇത് 12 മാസത്തെ മൂവ്മെൻറ്റാണ് കാണിച്ചിരിക്കുന്നത്. ഇന്നത്തെ കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 1,875 കമ്പനികളെന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,109 കമ്പനികളെന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നെസ്ലെ ഇന്ത്യ 7.27% റാലി നടത്തി. HUL 3.55% റാലി നടത്തി. ട്രെൻഡ് 3.48%, ICICI ബാങ്ക് 2.37%, ബജാജ് ഫിനാൻസ് 2.30%, HDFC ബാങ്ക് 2.05%, ടാറ്റ കൺസ്യൂമർ 1.93%, ഇറ്റേണൽ 1.80%, ആക്സിസ് ബാങ്ക് 1.70% ആൻഡ് ITC 1.52% റാലിയാണ് കാണാൻ സാധിച്ചത്. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ SBI ലൈഫ് 3.58% ഫോളോ കണ്ടു. ഭാരത് ഇലക്ട്രിക് 1.32% ഫോളോ നടത്തി. ജിയോ ഫിനാൻസ് 1.01%, ഡോക്ടർ റെഡ്ഡി 0.97%, ടൈറ്റാൻ 0.74%, റിലയൻസ് 0.73%, NTPC 0.45%, ടെക് മഹീന്ദ്ര 0.24%, സൺ ഫാർമ 0.20% ആൻഡ് അദാനി എൻ്റർപ്രൈസസ് 0.16% ഫോളാണ് കാണാൻ സാധിച്ചത്. ഇത് ബയോ സെല്ലർ റെക്കമെൻഡേഷൻ അല്ല. മറ്റുള്ള ഇവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നാളെ ക്രൂഡ് ഓയിൽ ഇൻവെൻട്രി ഡേറ്റ US എന്ന് വരുന്നുണ്ട് 22 ഏപ്രിലിന്. ഇത്രയുമാണ് ഇന്നത്തെ പ്രധാന ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സ് നാളെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ആൾ.